ഹായ് ഹലോ. അപ്പോൾ ദേ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും. പലരും പറയാൻ മടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മറ്റുള്ള തരത്തിൽ കമൻസ് ഇടാൻ വേണ്ടി മാത്രം ഇത് കാണരുത്. ആവശ്യമുള്ളവർ മാത്രം കാണുക. ഓക്കെ. അപ്പം ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് വജൈനൽ ഇൻഫെക്ഷനെ പറ്റിയിട്ടാണ്. വജൈനൽ ഇൻഫെക്ഷൻ, ഈസ്റ്റ് ഇൻഫെക്ഷനെ പറ്റിയിട്ടാണ് നമ്മുടെ ടോപ്പിക്ക്. ഓക്കെ. അപ്പോൾ വജൈന വന്നിട്ട് നമ്മളുടെ മറ്റുള്ള എല്ലാ ശരീരഭാഗങ്ങളെ പോലെ തന്നെ നമ്മൾ കെയർ കൊടുക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ നാണിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈ ആയിട്ടൊന്നും പറയേണ്ട ഒരു കാര്യമൊന്നും അല്ല ഇൻഫെക്ഷൻ, വജൈനൽ ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ. അപ്പം അത് എന്തുകൊണ്ട് സംഭവിക്കുന്നത്, എങ്ങനെയാണ് വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്, എങ്ങനെയാണ് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുന്നത്, അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെയാണ്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പം എന്താണ് വജൈനൽ ഇൻഫെക്ഷൻ അഥവാ ഈസ്റ്റ് ഇൻഫെക്ഷൻ? ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 75% സ്ത്രീകളെ എടുത്തു നോക്കിയാലും അവർക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് വജൈനൽ ഇൻഫെക്ഷൻ അഥവാ ഈസ്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളുടെ സ്ത്രീകളുടെ വജൈനയിൽ ഉണ്ടാവുന്ന നോർമലായിട്ട് കാണപ്പെടുന്ന ഒരു തരം ഈസ്റ്റ് അഥവാ ഒരു ഫംഗസ് ആണ് കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഒരു തരം ഈസ്റ്റ്. അപ്പം ഇത് കാരണമാണ് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. അപ്പം എങ്ങനെയാണ് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ വജൈനയിൽ ഞാൻ പറഞ്ഞു നോർമലി കാണപ്പെടുന്ന ഒരു തരം ഫംഗസ് അഥവാ ഈസ്റ്റ് ആണ് കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്നത്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇംബാലൻസസ് ഉണ്ടാകുമ്പോൾ കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഫംഗസ് ധാരാളമായിട്ട് നമ്മളുടെ വജൈനയിൽ വളരാൻ സാധ്യതയുണ്ടാകുന്നു. അപ്പം ഇത് നമുക്ക് ഇൻഫെക്ഷനായിട്ട് മാറുന്നു. അപ്പം ഇത് ഏത് തരത്തിലാണ് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന ഭയങ്കരമായിട്ടുള്ള ചൊറിച്ചിലുണ്ടാവും, അതേപോലെ പുകച്ചിലുണ്ടാവും. നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുകച്ചിൽ, അസഹനീയമായിട്ടുള്ള ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. ചില സമയങ്ങളിൽ നമുക്ക് ഡിസ്ചാർജസ് ഉണ്ടായിക്കൊണ്ടിരിക്കും, ബാഡ് സ്മെല്ല് ഉണ്ടാവും. അപ്പം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞു കാൻഡിഡ ആൽബിക്കൻസ് എന്ന് പറയുന്ന ഫംഗസ് ധാരാളമായിട്ട് വളരുന്നത് ഈസ്റ്റ് ഇൻഫെക്ഷന് കാരണമാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഈസ്റ്റ് ഇൻഫെക്ഷൻ നമുക്ക് ഉണ്ടാകുന്നതെന്നാണ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതെന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളുടെ ഹോർമോൺ ഇംബാലൻസ് കൊണ്ടുണ്ടാവാം, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടുണ്ടാവാം, എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് സ്ട്രെസ്സോ സ്ട്രെയിനോ ഒക്കെ കൊണ്ടുണ്ടാവാം. പ്രധാനമായിട്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വജൈനൽ വാഷസോ അല്ലെങ്കിൽ ഈവൻ നമ്മൾ സോപ്പ് ഉപയോഗിക്കും വജൈന വാഷ് ചെയ്യാൻ വേണ്ടി. ഒരിക്കലും അത് അങ്ങനെ ചെയ്യരുത്. വജൈനൽ വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്ന ഭയങ്കരമായിട്ട് നമുക്ക് ഇറിറ്റേഷനും അതേപോലെ ഇൻഫെക്ഷനും ഉണ്ടാകാൻ കാരണമാകും. അപ്പോൾ അതെന്ന് പറയുന്ന ഒരു കാരണമാണ്. ഒരിക്കലും നമ്മൾ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ വജൈന വാഷ് ചെയ്യരുത്. ഓക്കെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ചില ആൾക്കാർക്ക് വന്നിട്ട് ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ എടുക്കുന്നത് കാരണം, മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് എടുക്കുന്ന പല ആൾക്കാർക്കും ഇതേപോലെ ഇൻഫെക്ഷന് വരാൻ സാധ്യതയുണ്ട്. ചില ഡയബറ്റിക് പേഷ്യൻസിനൊക്കെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോമൺ ആയിട്ട് കാണപ്പെടുന്ന റീസൺസ് എന്ന് പറയുന്നത് ഇതേപോലുള്ളതൊക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ എന്തൊക്കെ കാരണങ്ങളാണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളുടെ വജൈന കെയർ ചെയ്യുന്നില്ല, വാഷ് ചെയ്യുന്നില്ല. ഇതൊക്കെ കാരണങ്ങൾ കൊണ്ടും നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം. നമ്മൾ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം നമ്മൾ വജൈന വാഷ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് എന്ന് പറയുന്നത് റോങ് മെറ്റീരിയൽ, മീൻസ് നല്ല മെറ്റീരിയൽ അല്ല, കോട്ടൺ പോലുള്ള മെറ്റീരിയൽസ് അല്ല എന്നുണ്ടെങ്കിലും നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് വരാം. ഇപ്പോൾ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നോർമൽ വാട്ടറിൽ നമ്മൾ വാഷ് ചെയ്യുക. ഒരുപാട് ഡിറ്റർജൻറ്റുകളോ സോപ്പോ ഒന്നും ഉപയോഗിച്ച് പാൻറ്റീസ് വാഷ് ചെയ്യാതിരിക്കുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കോട്ടൺ മെറ്റീരിയൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് വരാം.
പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ വജൈന വാഷ് ചെയ്യുമ്പോൾ നമ്മൾ സോപ്പ് ഉപയോഗിക്കുന്നത്. ഇതല്ലാതെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇൻ്റർകോഴ്സിൽ ഉണ്ടാകുന്ന സമയത്ത് ഇന്റർകോഴ്സിന് ശേഷവും നമ്മൾ വാഷ് ചെയ്യാത്ത, പ്രോപ്പറായിട്ട് നമ്മൾ വാഷ് ചെയ്യാത്ത, വജൈന വാഷ് ചെയ്യാത്തത് ഇൻഫെക്ഷന് കാരണമാകും. അപ്പോൾ അടുത്ത തിങ് എന്ന് പറയുന്നത് അതാണ്. പിന്നെ വേറൊരു ചില നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ്, ഫുഡിലുണ്ടാവുന്ന ചില റീസൺസ് കാര്യങ്ങളും കൊണ്ട് നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഇതൊരു കെയർ കൊടുത്ത് നമുക്ക് ഒരുപാട് ടെൻഷൻ അടിക്കാതെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വജൈനൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തൊക്കെയാണ്? സോപ്പിൻ്റെ ഉപയോഗം നിർത്തുക, അതേപോലെ പാൻറ്റീസ് യൂസ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യുക, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാൻ, ഹൈജീനായിട്ട് കൊണ്ടുപോകാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മൾ യൂറിൻ പാസ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടതിന് ശേഷവും നമ്മൾ നല്ല രീതിയിൽ വജൈന വാഷ് ചെയ്യാനും കെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ടാവും നമ്മൾ വജൈന വാഷ് എന്ന് പറഞ്ഞിട്ട് പലതരത്തിലുള്ള പ്രോഡക്റ്റുകൾ. അത് കറക്റ്റായിട്ടും ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്യാതെ ഒരിക്കലും നിങ്ങളത് യൂസ് ചെയ്യാനേ പാടില്ല. വജൈനൽ വാഷ് എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ മാത്രം നിങ്ങളത് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ അത് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. വജൈന വാഷ് ഇപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഡോക്ടർ എന്താണ് റെക്കമെൻഡ് ചെയ്ത് തന്നത് പ്രോഡക്റ്റ് ഞാനത് കാണിക്കാം. അതൊരു വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മൾ പറയുന്നത് എന്താണ് വജൈനൽ ഇൻഫെക്ഷന് കാരണം, അതെങ്ങനെ മാറ്റിയെടുക്കാനുള്ളത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞു എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്, എങ്ങനെയാണ് വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അത് എങ്ങനെയാണ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അടുത്തത് പറയാൻ പോകുന്നത്. എങ്ങനെയാണ് ഒരു വജൈനൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണത് മാറ്റിയെടുക്കുക. അതിൻ്റെ സിംറ്റംസ് ഞാൻ പറഞ്ഞു. ഭയങ്കരമായിട്ടുള്ള നമുക്ക് ചൊറിച്ചിലുണ്ടാവും, പുകച്ചിലുണ്ടാവും, ചിലപ്പോൾ റെഡ് പാച്ചസ് ഒക്കെ ആകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മളത് എങ്ങനെയാണ് കെയർ ചെയ്ത് മാറ്റിയെടുക്കുക. ഹോം റെമഡീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ വജൈനയിലുള്ള ഒരു നമ്മൾ പ്രൈവറ്റ് പാർട്ടിൽ ഹെയർ റിമൂവൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കൃത്യമായിട്ട് നമ്മൾ ഹെയർ റിമൂവ് ചെയ്യുക തന്നെ വേണം. റിമൂവ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ലപോലെ നോർമൽ വാട്ടറിൽ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ, നോർമൽ വാട്ടർ അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കുറച്ച് ഡെറ്റോളോ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനെഗറോ ഉപയോഗിച്ച് ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്യുക. അപ്പോൾ ഹെയർ റിമൂവൽ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാമതായിട്ട് ഞാൻ പറഞ്ഞു പാൻറ്റീസ് ചൂസ് ചെയ്യുമ്പോൾ കോട്ടൺ പാൻറ്റീസ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അത് വാഷ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഹാർഡായിട്ടുള്ള ഡിറ്റർജൻസ് ഒന്നും ഉപയോഗിക്കാതെ വാഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് നമ്മൾ സോപ്പ് യൂസ് ചെയ്യാനേ പാടില്ല. ഓക്കെ, അപ്പോൾ ഇനി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഹോം റെമഡീസ് എന്തൊക്കെയാണെന്നാണ്. നമ്മൾ വെളുത്തുള്ളി നല്ല രീതിയിൽ നമ്മളുടെ വജൈനൽ ഇൻഫെക്ഷനെ മാറ്റാൻ പറ്റുന്ന ഒന്നാണ് വെളുത്തുള്ളി, ഗാർലിക്. അതിന് അതുപോലുള്ള ഗുണങ്ങളുണ്ട്. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, വജൈനൽ ഇൻഫെക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മളുടെ വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി ചതച്ചിട്ട് എണ്ണ മൂപ്പിച്ചതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തേച്ചൊന്ന് മസാജ് ചെയ്ത് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാൻ പറ്റും. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യേണ്ടത്, ഒരു ചെറിയ വെളുത്തുള്ളി തോല് പൊളിച്ചതിന് ശേഷം നമ്മളെ വജൈനയിൽ വെച്ച് കൊടുക്കുക. നെക്സ്റ്റ് ഡേ നമ്മളത് റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. മറ്റൊരു ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. നമ്മൾ നോർമലായിട്ടുള്ള കോക്കനട്ട് ഓയിൽ, നല്ല കോക്കനട്ട് ഓയിൽ, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടി വാങ്ങിക്കണം. നമ്മൾ വീട്ടിൽ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി അല്ല ഞാൻ പറയുന്നത്. നമ്മൾ വാങ്ങി, അതായത് വീട്ടിലൊക്കെ ഉള്ളത് പൊടിപ്പിച്ചെടുക്കില്ലേ, നമുക്ക് നല്ലതെന്ന് തോന്നുന്ന മഞ്ഞൾപ്പൊടി, അത് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇളം ചൂടുവെള്ളത്തിൽ പിന്നീട് വാഷ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2 to 3 ടൈംസ് ചെയ്യുമ്പോഴത്തേനും തന്നെ വജൈനൽ ഇൻഫെക്ഷൻ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ്. തേർഡ് ടിപ്പ് എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനെഗറാണ്. ആപ്പിൾ സിഡർ വിനെഗർ നിങ്ങൾ വാങ്ങിക്കുക. അത് കുറച്ച് നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിലോ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വജൈന വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ 2 to 3 ടൈംസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വജൈനൽ ഇൻഫെക്ഷൻ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും.
അടുത്തത് ധാരാളമായിട്ട് നമ്മൾ കേട് കഴിക്കുക. കേടിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ വജൈനൽ ഇൻഫെക്ഷന് കാരണമാകുന്ന ഫംഗസുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ധാരാളമായിട്ട് തൈര് കഴിക്കുക. നമ്മുടെ ശരീരത്തിൽ തൈര് കഴിക്കുന്നതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് നമുക്ക് വരാതെ തടയാനായിട്ട് പറ്റും. അപ്പം ഇതൊക്കെയാണ് ടിപ്പുകൾ. ഈ ടിപ്പുകളിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ടിപ്പുകളാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതും ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിക്കുന്നതും. നിങ്ങൾക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പറയാൻ മടിച്ചിട്ട് കമൻറ്റ് ചെയ്യാതിരിക്കരുത്. കമൻറ്റ് ചെയ്യുക, ഞാനത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതാണ് എന്താണ് നമ്മൾ വജൈന വാഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡോക്ടർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള വജൈന വാഷ് എന്താണെന്നുള്ളത്, സോപ്പിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വജൈന വാഷ് ഏതാണെന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ ചെയ്യാം. അതുവരേക്കും ബൈ ബൈ.